എം എം മണിയുടെ പ്രതികരണത്തിലേക്ക്, എം എം മണി പറഞ്ഞതിലേക്ക്. അത് ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചു ഇഷ്ടം പോലെ തിന്നാണ്. എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് അതിന്റെ പേര് ഇതുമാതിരി പിറപ്പും പൊടിയെന്ന് പറയും. ചാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായ. ഇവനെ പോലെയുള്ള ചെറ്റകളെ കൊണ്ട് നടക്കുന്ന സഖാക്കളെ നിങ്ങളുടെ തലയിൽ ഇതെല്ലാം ഇതിനപ്പുറവും വന്ന് വീഴുമെന്നുള്ളത് നിങ്ങൾ ഇനിയും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരു 4 മാസം അല്ലെങ്കിൽ ഒരു 5 മാസക്കാലം. ആ 5 മാസക്കാലം കഴിയുമ്പോൾ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ കരണത്ത്, രണ്ടാമത്തെ കരണത്തും കിട്ടുന്ന അടിയാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവനൊക്കെ ഏത് ചെറ്റയാണ് ഇവൻ? ഇവനാണോ ജനപ്രതിനിധി? ഇവനാണോ ജനപ്രതിനിധി? ഇവന്റെ തന്ത അധ്വാനിച്ചുണ്ടാക്കിയതാണോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ക്ഷേമ പെൻഷൻ കൊടുത്തത്? നിങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ക്ഷേമ പെൻഷൻ ഇറക്കിയത് ഏതോ AKG സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ? അതോ ഈ പറയുന്ന മണി എന്ന് പറയുന്ന MM മണി എന്ന് പറയുന്ന ചെറ്റയുടെ തറവാട് സ്വത്തിൽ നിന്ന് എടുത്തിട്ടാണോ കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകിയത്? അല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ജനം ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ വിധി എഴുതിയത്. ഇതുകൊണ്ട് തന്നെയാണ് വിധി എഴുതിയത്. കാരണം സാധാരണക്കാരായ ആളുകൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ആ സമൂഹത്തിൽപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നത്. അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് നിങ്ങൾ 2000 ആക്കി. എല്ലാം തിരിച്ചടികൾ ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് മറികടക്കാമെന്ന് നിങ്ങൾ കരുതി. പക്ഷേ ജനം വെറുതെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. എന്തോ ഇവരൊക്കെ ഏതോ ഔദാര്യം ചെയ്തതുപോലെ, എടോ മണിയെ, എടോ ചെറ്റേ, എടോ നാറി, ഇതൊക്കെ കേരള ജനതയുടെ അവകാശമാണോ ചെറ്റേ? നിന്റെ ഒന്നും തന്ത അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നല്ല എടുത്ത് കേരളത്തിന്റെ പൊതുജനത്തിന് ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ MM മണി എന്ന് പറയുന്ന തെമ്മാടിക്കുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇവരെയൊക്കെ കൂട്ടുപിടിച്ച് കൊണ്ടു നടക്കുന്ന ആളുകള്, ഇവന്റെയൊക്കെ പൊളിറ്റിക്കൽ അനാലിസിസുകൾ അത് തന്നെയാണ് ജനം വിലയിരുത്തിയത് എന്നുള്ളതാ. നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാ ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ ഇവന്റെ ഒന്നും തന്ത ഉണ്ടാക്കി വെച്ചതല്ല. അതല്ലെങ്കിൽ AKG സെന്ററിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന നോട്ടുകെട്ടുകൾ കൊണ്ടല്ല ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കുന്നത്. അത് ജനത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന്, ജനം നൽകുന്ന നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ നൽകിയിരിക്കുന്നത്. ജനം ഒരു തിരിച്ചടി നിങ്ങൾക്ക് നൽകണമെന്ന് ഇന്നും ഇന്നലെയും കരുതി തുടങ്ങിയതല്ല. അതിന്റെ കൂടെ ഒരിക്കലും പല വിഷയങ്ങളും ജനം പൊറുത്തു, മറന്നു, വിട്ടു തന്നു നിങ്ങൾക്ക്. പക്ഷേ ജനത്തിന് മറക്കാൻ കഴിയാത്ത ഒരു വിഷയമുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അത് അയ്യന്റെ പൊന്നുകൊള്ളയായിരുന്നു. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയിൽ പത്മകുമാർ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല ഇതിൽ പ്രതി. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പത്മകുമാർ പറയുന്നില്ല. പത്മകുമാർ പറയുന്നത് എന്താ? ഈ ചെയ്തത് ഞാൻ ഒറ്റക്കല്ല എന്നാ പറയുന്നത്. എന്റെ കൂട്ടുപ്രതികളെ ഉണ്ട്, അവരെ കൂടി പിടിച്ച് അകത്തിടണമെന്ന് ജാമ്യാപേക്ഷയിൽ പത്മകുമാർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അയ്യന്റെ പൊന്ന് കട്ടത് ആരപ്പ എന്ന് ചോദിച്ചാൽ അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് കേരളത്തിന്റെ പൊതുജനം മാറി. അത് തന്നെ ആ ജനം വിലയിരുത്തിയതും ജനവിധിയിലൂടെ നിങ്ങളുടെ കരണത്തടിക്കാൻ ജനത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മണിയെ, ജനത്തിന് മുന്നിലൊന്നും ഇറങ്ങി പോകല്ലേ, കരണമടിച്ച് പൊട്ടിക്കും. പിന്നെ ഈ ഇളിയും പരിഹാസവും ഒന്നും ഉണ്ടാകില്ല. ജനത്തിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയ കേരളത്തിലെ ആദ്യത്തെ MLA എന്ന കാതി അത് MM മണിക്ക് ആവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക. അഹങ്കാരം നോക്കിയേ നിങ്ങൾ, ഇവരുടെ ഒരു ധാർഷ്ട്യം നോക്കിയേ. ജനം
മറിച്ച് വിധി എഴുതുമ്പോ ചെറ്റ വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്താ പറയുന്നത്? പെൻഷൻ നക്കിയിട്ട് ഞങ്ങളോട് നന്ദി കാണിച്ചില്ല, അങ്ങനെയല്ല അവൻ പറഞ്ഞത്. ഇത് ജനത്തെ എന്താണ് ഇവൻ കാണുന്നത്? ഈ ജനം കഴുതകളാണെന്നോ? നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുമായി ഇറങ്ങിയാൽ നിങ്ങളുടെ എല്ലാ കൊള്ളരുതായ്മകളും ജനം മറക്കുമെന്ന് കരുതിയോ? അങ്ങനെ നിങ്ങൾ കരുതിയതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായില്ലേ? ക്ഷേമ പെൻഷൻ 2000 ആക്കിയപ്പോ സോഷ്യൽ മീഡിയകളിലൊക്കെ അങ്ങ് കയറാൻ പറ്റില്ലായിരുന്നു. എന്താ കാര്യം? സഖാക്കൾ ഇങ്ങനെ പിണറായി വിജയനെ പുകഴ്ത്തി മഹിമ പറഞ്ഞ് അങ്ങ് ആകാശത്ത് കൊണ്ടുവെക്കുകയായിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിന്റെ പൊതുസമൂഹം അവരൊന്ന് തീരുമാനിച്ചു. ഈ നാറിയെ, മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ആ നാറിയെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് ജനം പറഞ്ഞു കടക്ക് പുറത്ത് പിണറായി വിജയ എന്ന്. അതിൽ അരിശം പൂണ്ട മണിയൊക്കെയാണ് ഇങ്ങനെ ചലച്ചു പേപ്പട്ടി കുരക്കും പോലെ ഇവനെ കൊണ്ടൊക്കെ കുരക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ, ഈ കേരളത്തെ, ഇവിടുത്തെ വോട്ടർമാരെ, പ്രബുദ്ധരായ വോട്ടർമാരെ ഒന്നടങ്കം അപമാനിച്ചിട്ട്, ആക്ഷേപിച്ചിട്ട്, പരിഹസിച്ചിട്ട് അവനൊക്കെ നിന്ന് ഇളിക്കുകയാണ്. ജനം ഇതിന് മറുപടി പറയില്ലെന്ന് മണിയൊന്നും ഒരിക്കലും കരുതേണ്ട. ജനം ഒരു തവണ മറുപടി തന്നു. ഇത് സെമി ഫൈനലാ. ഇതിന്റെ ഫൈനൽ വരാൻ പോകുന്നുണ്ട്. ആ ഫൈനലിൽ നിങ്ങൾക്കുള്ളത് റെഡ് കാർഡാണ്. തോൽവി മാത്രമല്ല, റെഡ് കാർഡ് കരുതി വെച്ചിട്ടുണ്ട് ജനം അവരുടെ കൈകളിൽ. ആ റെഡ് കാർഡ് ഫൈനലിൽ ജനം പുറത്തിറക്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നല്ലാതെ ഇപ്പൊ ഇവൻ പറഞ്ഞതിന് ഇതിന്റെ ഇരട്ടി പ്രഹരം ജനം കൊടുക്കില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവനെ പോലെയുള്ള കുറെ തന്തയില്ലാത്ത ചെറ്റകള്, അവരല്ലേ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഒരു ജനവിധിയെ അംഗീകരിക്കാതെ ജനങ്ങളെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്നത്. ഇവനെ പോലെയുള്ള ശാപങ്ങളെ പേറി നടക്കേണ്ട ദുരവസ്ഥ പിണറായി വിജയനുണ്ട്. കാരണം എന്താ? പിണറായി വിജയന് വേണ്ടത് പാർട്ടിയല്ല, പിണറായി വിജയന് വേണ്ടത് ആദർശമല്ല, ആശയങ്ങളല്ല. പിണറായി വിജയന് വേണ്ടത് മുട്ടിലിഴയുന്ന സ്തുതിപാഠകരെയാണ്. ആ സ്തുതിപാഠകരെ ഉണ്ടാക്കിയെടുക്കുവാൻ പിണറായി വിജയൻ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട്. അതിൽ അയാൾ കുറേയധികം വിജയിച്ചിട്ടുമുണ്ട്. ഈ സ്തുതിപാഠക സംഘത്തിന്റെ സ്തുതികൾ കേട്ടാണ് പിണറായി വിജയൻ ഓരോ പ്രവൃത്തിക്കും ഇറങ്ങി പുറപ്പെടുന്നത്. അതൊക്കെ മഹാ അബദ്ധമായി മാറുന്നു എന്നുള്ളതാ ജനം വിലയിരുത്തി തുടങ്ങി, അല്ലേ? അല്ലെങ്കിലും അയ്യന്റെ പൊന്നുകെട്ട സഖാക്കളെ ജനം വിലയിരുത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രബുദ്ധരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രബുദ്ധരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് കാര്യമുണ്ട്? കേരളത്തിന്റെ പൊതുസമൂഹം പ്രബുദ്ധരല്ലാതെയായി മാറില്ലേ? അയ്യന്റെ പൊന്നു കട്ടവനെ അതിന്റെ യാഥാർത്ഥ്യം മുന്നിൽ നിർത്തി ജനങ്ങൾ വിലയിരുത്തി എന്നുള്ളതാണ്. പിണറായി വിജയന്റെ കഴിവുകേടിനെ, പിണറായി വിജയന്റെ കൊള്ളരുതായ്മകളെ, പിണറായി വിജയന്റെ തോൽവികളെ ഒക്കെ എല്ലാത്തിനെയും ജനം വിധി എഴുതി. ജനം അതിനെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചു. 10 വർഷക്കാലം ഭരിച്ചിട്ട് ആ 10 വർഷക്കാലം അവസാനിക്കാറാകുമ്പോ ക്ഷേമ പെൻഷൻ 2000 ആക്കിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് പിണറായി വിജയൻ കരുതി. ബട്ട് ജനം വിട്ടുകൊടുത്തില്ല. അടി എന്ന് പറഞ്ഞാൽ കരണം നോക്കിയുള്ള അടിയാണ് ജനം അടിച്ചത്. പിണറായി വിജയന്റെ കാതില് ഇപ്പോഴും ആ കൂന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് ഇപ്പോഴും പിണറായി വിജയന്റെ കാതിൽ നിന്ന് പോയിട്ടില്ലെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ജനം വിലയിരുത്തേണ്ട രീതിയിൽ വിലയിരുത്തുമ്പോ ആ ജനവിധിയെ മാനിക്കാൻ പോലും തയ്യാറാവാതെ കേരളത്തിലെ പൊതുസമൂഹത്തെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്ന മണിയെ പോലെയുള്ളവരോട് പറയാനുള്ളത്, എടോ ചെറ്റേ, നിന്റെയൊന്നും തന്തയുടെ സ്വത്തല്ല ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് മാത്രമേ മണിയോട് പറയാനുള്ളൂ, അല്ലേ? അതെങ്കിലും നമ്മൾ പറയണ്ടേ? പറയാതിരുന്നുകൂടാ. കാരണം ഇവനൊക്കെ ധാർഷ്ട്യവും അഹങ്കാരവും തലക്ക് പിടിച്ച് ഈ ജനതയെ നോക്കി പല്ലിളിച്ച് കാണിക്കുകയാണ്. അങ്ങനത്തെ പല്ലിളിച്ച് കാണിക്കുന്ന മണിയുടെ മുഖത്ത് നോക്കിയിട്ട്, ഡാ ചെറ്റേ, നിന്റെ തന്തയുടെ വകയല്ല ക്ഷേമ പെൻഷൻ, അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ നികുതി പണമാണെന്ന് ഉറക്കെ പറയാൻ നമുക്ക് കഴിവുണ്ടാകണം. പൊതുജനം ഈ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ അത് പറയുകയും ചെയ്തു.
അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം എന്ത് ചർച്ച ചെയ്യണം, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പരിഗണനാ വിഷയം എന്താകണമൊക്കെ എന്നുള്ള രീതിയിൽ AKG സെന്ററിൽ നിന്ന് പടച്ചുവിടുന്ന തലക്കെട്ടുകൾ അല്ല കേരളത്തിന്റെ ചർച്ചാ വിഷയം. കേരളം പ്രബുദ്ധരാണെന്ന് ഇവിടുത്തെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വോട്ടർമാർ തെളിയിച്ചു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ ദിവസങ്ങള് ശബരിമലയിലെ അയ്യന്റെ പൊന്നുകൊള്ള ചർച്ചയാവാതിരിക്കാൻ, അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായത്. അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ടല്ലേ കേരളത്തിന്റെ പൊതുസമൂഹം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കടക്ക് പുറത്ത് പിണറായി വിജയ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം പറയാതെ പറഞ്ഞു. ഇനിയും നാണമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ, ആത്മാഭിമാനം എന്ന് പറയുന്നത് അതിന്റെ ഒരു തരിയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇപ്പൊ ഇറങ്ങണം ആ ക്ലിഫ് ഹൗസിൽ നിന്ന്. അതല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്. അപ്പോ ജനം പറയുന്നു, വിജയ കടക്ക് പുറത്ത്, കടക്കകത്ത് എന്നല്ല, കടക്ക് പുറത്ത്